ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരളത്തിൽ പിടികൂടിയ വാഹനങ്ങൾ കള്ളക്കടത്ത് നടത്തിയത് ഇന്ത്യയിലെത്തിച്ചത് അനധികൃതമായി. വാഹനങ്ങൾ ഇന്ത്യയിലെത്തിച്ചത് അനധികൃതമായി ആകാമെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഭൂട്ടാനിൽ ഡീ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ അനുമതിയുള്ളൂ. SUV ലക്ഷറി വാഹനങ്ങൾ അങ്ങനെ ഡീ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. വാഹനങ്ങൾ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് അന്വേഷിക്കുമെന്ന് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസും വ്യക്തമാക്കി. ഇന്ത്യൻ അധികാരികൾ വണ്ടികളുടെ വിവരങ്ങൾ പങ്കുവച്ചാൽ ഭൂട്ടാനിലെ ആദ്യ ഉടമസ്ഥരെ കണ്ടെത്തുവാൻ ശ്രമിക്കുമെന്നും ഭൂട്ടാൻ മാധ്യമമായ ഭൂട്ടാനീസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഭൂട്ടാൻ വാഹനക്കടത്ത് 7 കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കും. വാഹന കള്ളക്കടത്ത് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം തന്നെ അന്വേഷിക്കും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി CBIയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും GST തട്ടിപ്പ് GST ഇന്റലിജൻസ് വിഭാഗവും അന്വേഷിക്കും. വിദേശ ബന്ധവും റാക്കറ്റ് ഉൾപ്പെട്ട മറ്റ് തട്ടിപ്പുകളും NIAയും അന്വേഷണത്തിനാവശ്യമായ രഹസ്യ വിവരങ്ങൾ IBയും DRIയും ശേഖരിക്കും. ഭൂട്ടാൻ വാഹനക്കടത്തിന് പിന്നിൽ വൻ രാജ്യാന്തര വാഹനമോഷണ സംഘമാണെന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തെന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിറ്റത് 200ഓളം വാഹനങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നും സംശയിക്കുന്നുണ്ട്. വാഹനങ്ങൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗമാണ് ഇന്ത്യയിലെത്തിച്ചത്. പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു. സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തി. കേരളം എക്കാലവും പലസ്തീൻ ജനതയ്ക്കൊപ്പം. പലസ്തീൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. പലസ്തീൻ അംബാസിഡർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച. പലസ്തീൻ ജനതയ്ക്ക് മുഖ്യമന്ത്രി ഐക്യദാർഢ്യം അറിയിച്ചു. കേരളം എക്കാലവും പലസ്തീനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പലസ്തീൻ അംബാസിഡറോട് പറഞ്ഞു. US പിന്തുണയോടെ എല്ലാ അന്താരാഷ്ട്ര കൺവെൻഷനുകളും അട്ടിമറിച്ചാണ് പലസ്തീന്റെ ജനാധിപത്യ അവകാശങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു പോരുന്നത്. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനൊപ്പമാണ് കേരളം. UN പ്രമേയത്തിനനുസൃതമായി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിട്ടുള്ള പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുവാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പറഞ്ഞ ആദ്യമായി ഒരു സർക്കാർ SC/ST ആനുകൂല്യങ്ങൾക്ക് മേൽ കൈവച്ചു. ആ ഖ്യാതി ഈ സർക്കാരിന് സ്വന്തം. സഭയിൽ മാത്യു കുഴൽനാടൻ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്നും വലയുന്നത് സാധാരണ ജനങ്ങളാണെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA സഭയിൽ പറഞ്ഞു. കേവലം 10 വർഷം കൊണ്ട് സർക്കാർ കടം 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ കേരളത്തിൽ വികസനമൊന്നും നടക്കുന്നില്ലെന്ന് കേന്ദ്ര റിപ്പോർട്ടിലുണ്ടെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. പദ്ധതി നിർവഹണത്തിൽ സർക്കാർ പരാജയമാണ്. ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഗ്രാന്റുകളും മുടങ്ങുകയാണെങ്കിലും സർക്കാരിന്റെ ധൂർത്തിന് കുറവില്ലെന്നും മാത്യു കുഴൽനാടൻ സഭയിൽ കുറ്റപ്പെടുത്തി. ഇന്ന് ഹൃദയദിനമാണെന്നും ഇനിയെങ്കിലും ഹൃദയമുള്ള സർക്കാരായി മാറണമെന്നും സർക്കാരിനെ ഉപദേശിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. നികുതി പിരിവിൽ സർക്കാർ വൻ പരാജയമാണെന്നും സ്വർണ്ണവില കൂട്ടിയിട്ടും നികുതി പിരിവ് കൂട്ടിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. GST വളർച്ചയിൽ 2.52% കുറവുണ്ടായി. 2023-24 വളർച്ച 6.59 ആയിരുന്നത് 2024-25 4.07 കുറഞ്ഞെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ ടേക്ക് ഓഫ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ടേക്ക് ഓഫ് പോലെ ആയെന്നേ പറയുവാനുള്ളൂവെന്ന് മാത്യു കുഴൽനാടൻ പരിഹസിച്ചു. പരാതിക്ക് 48 മണിക്കൂറിനുള്ളിൽ മറുപടി. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുവാൻ അവസരമൊരുക്കുന്ന CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസ് ഏറ്റെടുത്ത സ്ഥലത്താണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് നടത്തിപ്പ് ചുമതല. കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൌകര്യങ്ങൾ ഒരുക്കുന്നത്.
ജനാധിപത്യത്തിൽ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണെന്നും ഓരോ വർഷവും LDF സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറക്കി. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ കവിഞ്ഞ സർക്കാരിന് ഒന്നുമില്ല. തീർപ്പാക്കിയ ഫയൽ അദാലത്ത് നടപ്പാക്കി. സെയിം വിത്ത് മീ എന്നാൽ സർക്കാർ അപ്പാടെ ഒപ്പം എന്നാണ് അർത്ഥം. പൊതുജനവും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വിടവുണ്ടാകുവാൻ പാടില്ല എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അതുല്യയുടെ ഭർത്താവിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കി. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. ഷാർജയിൽ ആത്മഹത്യ. അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ജൂലൈ 19 പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം കോയിവിള സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടേത് കൊലപാതകമാണെന്നായിരുന്നു മാതാപിതാക്കളുടെ ആരോപണം. എന്നാൽ കൊലപാതകത്തിന് തെളിവില്ലെന്ന് നിരീക്ഷിച്ച കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ഭർത്താവ് സതീശന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വിശദവാദത്തിന് ഒടുവിലാണ് കേസിൽ സതീശനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയത്. സതീശന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം. കേസിൽ സതീശനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് വിശദ മൊഴി രേഖപ്പെടുത്തും. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ CPR പരിശീലനം. എല്ലാ ജില്ലകളിലും 200-ലധികം കേന്ദ്രങ്ങളിൽ പരിശീലനം. കേരളം എന്നും മാതൃകയെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും അത്തരം മാതൃകയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഹൃദയപൂർവ്വം പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രഥമ ശുശ്രൂഷ നൽകുവാൻ പ്രാപ്തരാക്കുക, ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുവാനുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 200 സ്ഥലങ്ങളിലാണ് ഇന്ന് സംസ്ഥാനത്ത് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗണേഷ് കുമാർ സുകുമാരൻ നായരുടെ മൂട് താങ്ങുന്നത് അടുത്ത ജനറൽ സെക്രട്ടറിയാകുവാൻ വിമർശനവുമായി പത്തനംതിട്ടയിലെ NSS കരയോഗം. മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ പരസ്യ വിമർശനവുമായി പത്തനംതിട്ട മയിലാടുപാറയിലെ NSS കരയോഗം. ഗണേഷ് കുമാർ സുകുമാരൻ നായരുടെ മൂട് താങ്ങി നിൽക്കുന്നത് അടുത്ത ജനറൽ സെക്രട്ടറിയാകാനാണെന്നാണ് കരയോഗം വൈസ് പ്രസിഡന്റ് ഹരീഷിന്റെ വിമർശനം. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ പിന്തുണച്ച് മന്ത്രി KP ഗണേഷ് കുമാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരെ കരയോഗം ഭാരവാഹിയുടെ പരസ്യ വിമർശനം. അയ്യപ്പ ഭക്തരെയും സമുദായത്തെയും ഒന്നടങ്കം അധിക്ഷേപിച്ച സുകുമാരൻ നായർ രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പരസ്യ പ്രതികരണത്തിന് പുറമെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയും മന്ത്രിക്കെതിരെയും പ്രദേശത്ത് ഫ്ലക്സുകളും ഉയർന്നിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.